സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, എന്താ അവിടെ? യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ രാമ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, എടാ അവന്റെ ഒരു ആവേശാനന്ദ സ്വാമികൾ. കോലോത്ത് പിന്നെ എങ്ങനെയാ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കണേ? ചാവടിയില മൂദേവിയായിട്ട് സേവയായിരുന്നില്ലേ അവന്? അവളോടൊപ്പം അവനെ അവിടുന്ന് അടിച്ചിറക്കേണ്ടതായിരുന്നു. പക്ഷെ എന്തോ അതിനുള്ള മനസ്സെനിക്ക് അങ്ങോട്ട് വന്നില്ല. ബ്രഹ്മചര്യം ലംഘിച്ചിട്ടില്ലെന്ന് പരദേവതകൾ കൊണ്ട് സത്യം ചെയ്തിട്ടും എന്തോ എനിക്ക് അങ്ങോട്ട് വിശ്വാസമായിട്ടില്ല മേപ്പാടൻ. തമ്പുരാട്ടി, അവിടുത്തെ കണക്കുകൂട്ടലുകൾ തെറ്റിയിരിക്കണു. ചാവടിയിലെ സ്ത്രീയുടെ സഹവാസം കൊണ്ട് കൃഷ്ണൻ തമ്പുരാന്റെ ബ്രഹ്മചര്യം നശിച്ചിട്ടില്ല. എന്റെ മന്ത്രാക്ഷരങ്ങളുടെ ശക്തി കൊണ്ട് കഠിനഹോമത്തിന്റെ പരമ്യതയിൽ ഒരു വെളിപാട് പോലെ ഞെട്ടിക്കുന്ന രഹസ്യം നാം മനസ്സിലാക്കി. എന്താ മേപ്പാടൻ? മാണിക്യശ്ശേരിയിലെ തമ്പുരാക്കന്മാരോട് അടങ്ങാത്ത പകയുമായി കോലോത്ത് കുടിയേറിയിരിക്കുന്ന ദുരാത്മാവ് ഉണ്ണിത്തമ്പുരാന്റെ സഹധർമ്മിയുടെ ശരീരത്തിലാ. ഏതോ ഒരു നിമിഷത്തിന്റെ ചപലതയിൽ ബ്രഹ്മചര്യം പോലും തമ്പുരാൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അതോടെ അവൾ പൂർവാധികം ശക്തി പ്രാപിച്ചിരിക്കുക. കോലോത്തിന്റെ സർവനാശം കാണാതെ അവൾ ഇനി ഒഴിയില്ല. തമ്പുരാട്ടിക്കറിയോ, പണിക്കരുടെ മരണത്തിന് കാരണം ഈ ദുരാത്മാവ് തന്നെയാ. അതുമാത്രമല്ല, വേറൊരു വിശേഷം കൂടിയുണ്ട്. ആലത്തൂരുള്ള മിഖായിലച്ചന്റെ ദൂതൻ നമ്മെ വന്ന് കണ്ടിരുന്നു. നോം സംശയിച്ച പോലെ തന്നെ ആരെ അമ്പരിപ്പിക്കുന്ന വിവരങ്ങളാ അച്ഛനും അറിയാൻ കഴിഞ്ഞത്. നമുക്ക് എത്രയും വേഗം മിഖായിലച്ചനെ പോയി ഒന്ന് കാണണം. എന്താണോ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്ക് വല്ലതും മനസ്സിലായി? എന്തോ ഒരു പിടിയുമില്ല. നിനക്കോ? ഇല്ല. രണ്ടുപേർക്കും അസുഖം ഇത്തിരി കൂടുതലാണെന്നാ തോന്നുന്നേ. ആ, മായ വന്നല്ലോ. മായ കാണുമെന്ന് ഇവർ എഴുതി കാണിച്ചു. എന്താ മാവ? ഇളയമ്മ അമ്പലത്തിലേക്ക് പൊയ്ക്കോളൂ. ഇവർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ അവിടെ നിന്നേ. ദേ, എന്നെ ദ്രോഹിക്കാനാണ് ഭാവമെങ്കിൽ കാലും കൂടി തടത്തി കിടക്കെ തന്നെ കിടത്തും. അസുഖം ഭേദാക്കണമെന്നാണോ? അസുഖമൊക്കെ ഭേദാക്കി തരാം. പക്ഷെ ഏലസ് കുറച്ചു നേരത്തേക്ക് അഴിച്ചു വെക്കേണ്ടി വരും. ധൈര്യമില്ലെങ്കിൽ വേണ്ട, അസുഖം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നിങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല. ദേ, സൗമ്യ രമ്യ ഇങ്ങോട്ട് വന്നേ. എന്താ ചേച്ചി? നിങ്ങൾ ഈ മാമന്മാരുടെ ഏലസ് ഒന്ന് അഴിച്ചെടുത്തേ. അത് നിങ്ങളെടുത്തോ. ഈശ്വര, എന്റെ തളർച്ച മാറി. യക്ഷിയാണേലും ഭൂതമാണേലും വളരെ നന്ദിയുണ്ട്. അയ്യോ, ഏലസ് അത് പോയാ പ്രശ്ന. അവിടെ നിൽക്ക് കുട്ടികളെ. ഏലസ് തന്നെ.
വർഷങ്ങൾക്ക് മുമ്പ് ഗർഭാവസ്ഥയിൽ ജീവനോടെ ചിതയിൽ എരിഞ്ഞടങ്ങിയ കോലോത്ത് ദാസിപ്പണിന്റെ ആത്മാവ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാതെ ഒഴിഞ്ഞു പോവില്ല. പണ്ട് മേപ്പാടൻ ആവാഹിച്ച് കണ്ണേറ്റിങ്കര കാളിക്ഷേത്രത്തിന്റെ മുന്നിലെ ആൽമരത്തിൽ ബന്ധിച്ച ആ ദുരാത്മാവ് പുറത്തു ചാടിയത് തികച്ചും ആകസ്മികമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നാ പറയണേ? കോളേജിൽ നിന്നും വിനോദസഞ്ചാരത്തിന് പുറപ്പെട്ട ഈ കുട്ടി ചരിത്ര പ്രാധാന്യമുള്ള പുരാതനമായ കണ്ണേറ്റിങ്കര ക്ഷേത്രവും സന്ദർശിക്കാനെത്തി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആവാഹിച്ച ആൽമരത്തിൽ തറച്ച മായാഗംഗയുടെ ദുരാത്മാവ് ആണി ഊരിയത് വഴി ഡേസിയുടെ ദേഹത്തേക്ക് പ്രവേശിച്ചു. അന്നേരം അതാരും മനസ്സിലാക്കിയില്ല. പക്ഷേ രാത്രി വീട്ടിലെത്തിയതിന് ശേഷം ഡേസിയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. പ്രാർത്ഥനയിലും ആഹാരകാര്യത്തിലുമെല്ലാം അവൾ തികച്ചും മറ്റൊരാളായി മാറുകയായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ മായാഗംഗയായി. ഒരു ദിവസം രാത്രിയിൽ ആരും കാണാതെ അവൾ വീട് വിട്ടിറങ്ങി. മാണിക്കശ്ശേരി കോവിലകത്തെത്തുകയായിരുന്നു അവളുടെ ലക്ഷ്യം.